ചായക്കൂട്ടിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. മാനവ പൈതൃകത്തിന്റെ മാതൃകയായി മാറാമുദ്രയായി ലോകം തിരിച്ചറിഞ്ഞ കേരളത്തിന്റെ സവിശേഷമായ സംസ്കൃത നാടകാഭിനയ രൂപമാണ് കൂടിയാട്ടം. നൂറ്റാണ്ടുകളായി കേരളത്തിൽ ഈ സവിശേഷമായ അവതരണ രീതി നാം സംരക്ഷിച്ചു വരുന്നു. കൂടിയാട്ടത്തിന്റെ പ്രമുഖ പ്രയോക്താവായ, കൂടിയാട്ട കലയിൽ ഇന്ന് വളരെ വ്യത്യസ്തമായ മേഖലകളിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ശ്രീ മാർഗി മധുവാണ് ഇന്ന് ചായക്കൂട്ടിൽ നമ്മോടൊപ്പമുള്ളത്. സ്വാഗതം ചെയ്യാം ശ്രീ മാർഗി മധു. നമസ്കാരം. ചായക്കൂട്ടിന് വേണ്ടി പ്രേക്ഷകരെ പരിചയപ്പെടുത്തുകയാണ്. എനിക്ക് വ്യക്തിപരമായി ഏറ്റവും നല്ല അറിയുള്ള ആളാണ്. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചായക്കൂട്ടിന് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു അഭിമുഖവേദി രണ്ട് രീതിയിൽ, രണ്ട് തലങ്ങളിൽ പ്രസക്തമാണ്. ഒന്ന് കൂടിയാട്ടത്തെ അറിയാനും മറ്റൊന്ന് കലാകാരനെ അറിയാനും. കാരണം കൂടിയാട്ടം കണ്ടിട്ട് കഥകളിയാണ് എന്നൊക്കെ ധരിക്കുന്ന ഒരു പുതിയ സമൂഹമാണ് നമുക്കുള്ളത്. അപ്പോൾ രണ്ട് രീതിയിൽ പ്രസക്തമാണെന്ന് തോന്നുന്നു. നമുക്ക് ഈ രണ്ട് രീതിയിലും ഒന്ന് ആലോചിക്കാം. നമ്മളൊരു ചിലപ്പതികാരത്തിലൊക്കെ കൂടിയാട്ടത്തെ പറ്റിയുള്ള പരാമർശമുണ്ട് എന്ന് പറയുന്നു. ഏകദേശം 2000-ഓളം വർഷങ്ങളുടെ ഒരു പൈതൃകമുണ്ട് എന്ന് പറയുന്നു. ഈ കൂടിയാട്ടം, അതായത് ലോക നാടകവേദിയിൽ തന്നെ ഇതുപോലെ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു കല ഉണ്ടാവില്ല. സംസ്കൃത നാടകാഭിനയത്തെ, ഒരു ലിഖിത നാടക പാഠത്തെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ കേരളത്തിന്റെ സങ്കേതത്തിലേക്ക് കൊണ്ടുവരികയാണ്. എങ്ങനെയായിരുന്നു ഈ ഒരു രീതിയിൽ ഇപ്പൊ ഭാസനാടകങ്ങളായാലും മറ്റ് സംസ്കൃത നാടകത്തെ ഈ കൂടിയാട്ടത്തിന്റെ സങ്കേതത്തിലേക്ക് കൊണ്ടുവന്ന ഒരു അവതരണ രീതി, ഇതെങ്ങനെയാണ് കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ടാവുക? അത് ലക്ഷ്മി ചോദിച്ച ഈ ചോദ്യം അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ഒരു രേഖ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഊഹങ്ങളിൽ കൂടെ മാത്രമേ നമുക്കതിനെ വിലയിരുത്താൻ പറ്റുള്ളൂ. കാരണം 2000 വർഷത്തിലധികം പഴക്കം ഉണ്ട് കൂടിയാട്ടം എന്ന് പൊതുവെ അംഗീകരിക്കപ്പെടുമ്പോഴും അതിന് ഉപോത്ബലകമായിട്ടുള്ള രേഖകൾ മുഴുവനൊന്നും നമുക്കിപ്പോഴും ലഭ്യമല്ല. ചിലപ്പതികാരത്തിലെ ബിംബപ്രതിഷ്ഠാപനാധ്യായത്തിൽ പറവൂർ കൂത്തച്ചാക്കയ്യൻ നടത്തുന്ന നൃത്തത്തിനെ കുറിച്ചുള്ള പരാമർശമാണ് നമ്മൾ കൂടിയാട്ടവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാറുള്ളത്. അത് ചിലപ്പതികാരത്തിൻ്റെ കാലം തന്നെ 4 മുതൽ 7 നൂറ്റാണ്ട് വരെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് കൂടിയാട്ടത്തിൻ്റെ പഴക്കം കൃത്യമായിട്ട് നമുക്ക് നിർവചിക്കാനൊന്നും പറ്റില്ല. പക്ഷേ നമുക്ക് വേറെ ഇത്രയും പഴക്കമുള്ള ഒരു നാടക പാരമ്പര്യം അല്ലെങ്കിൽ അഭിനയ പാരമ്പര്യം വേറെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരു പക്ഷേ പ്രത്യേകിച്ച് ചാക്കയ്യ എന്നുള്ള വാക്കും പിന്നീട് ഉണ്ടായ ചാക്യാർ എന്നുള്ള നടന്മാരുടെ ജാതിയെ സംബന്ധിക്കുന്ന വാക്കും തമ്മിലുള്ള ബന്ധം കൊണ്ടൊക്കെയാണ് നമുക്കങ്ങനെ ബന്ധപ്പെടുത്താൻ പറ്റുക. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ രത്നാവലി നാടകം, കുട്ടനി മതത്തിലൊക്കെ രത്നാവലി നാടകം അവതരിപ്പിച്ചതായിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്കൃത നാടകം അവതരിപ്പിച്ചിട്ടുണ്ടാവും അവരുടെ നാടിൻ്റെതായ രീതിയിൽ. പക്ഷെ പിന്നീട് അവിടെയൊക്കെ പ്രാദേശിക ഭാഷകൾ ശക്തമാകുകയും അവതരണം അതിലേക്ക് മാറുകയും ചെയ്തപ്പോൾ കേരളത്തിൽ അതേ സമയം തന്നെ കൂടിയാട്ടം ആ രീതിയിൽ തുടരാൻ 2-3 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഇത് അനുഷ്ഠാനവുമായിട്ട് ബന്ധപ്പെടുത്തി എന്നുള്ളതാണ്. ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുത്തി, ക്ഷേത്ര ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി കേവലം ഒരു രംഗാവതരണം എന്നതിനപ്പുറം ഇതൊരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാക്കിയത് ഒരു പരിധി വരെ ഇതിനെ നിലനിർത്താൻ സഹായിച്ചിട്ടുണ്ട്. രണ്ടാമതൊന്ന്, വിദൂഷകനെ മലയാള ഭാഷയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സംസ്കൃത നാടകത്തിലൊരിടത്തും വിദൂഷകൻ പ്രാദേശിക ഭാഷ പറയുന്നതായിട്ട് പറയുന്നില്ല. അത് നാട്യശാസ്ത്ര സമ്മതമാണ്. എന്ന് വെച്ചാൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങൾ പ്രാകൃത ഭാഷ പറയുന്നുണ്ട്. നാട്ടുഭാഷകൾ പറയുന്നത് നാട്യശാസ്ത്ര സമ്മതമാണോ? അല്ല, നാട്യശാസ്ത്ര സമ്മതമാണെന്ന് വെച്ചാൽ കൂടിയാട്ടം ഒരിക്കലും നാട്യശാസ്ത്രത്തെ പൂർണ്ണമായിട്ടും അനുസരിച്ചുകൊണ്ടുള്ളൊരു കലാരൂപമാണെന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല, വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം, ഒരു കലാരൂപവും പൂർണ്ണമായിട്ട് നാട്യശാസ്ത്രവുമായിട്ട് 100% നാട്യശാസ്ത്രാനുസാരിയാണ് എന്ന് പറയാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നാട്യശാസ്ത്രകർത്താവ് തന്നെ പറഞ്ഞേക്കണു, ഞാൻ കുറേ നിയമങ്ങൾ പറഞ്ഞേക്കണു, പക്ഷേ പിന്നീട് നിങ്ങളുടെ യുക്തി അനുസരിച്ച് രംഗത്ത് നടന്മാർ കാലത്തിനനുസരിച്ച് ഇതിൻ്റെ പുതിയ സാധ്യതകൾ കണ്ടെത്തുകയും അതിൻ്റേതായ രീതിയിൽ അവതരിപ്പിക്കുക ഭരതൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭരതൻ്റെ എത്രയോ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ മലയാള ഭാഷ രംഗാവതരണത്തിൽ ഇപ്പോൾ കൂടിയാട്ടത്തിൽ തന്നെ വരുന്നത്. എങ്ങനെയായാലും 10ാം നൂറ്റാണ്ടിന് ശേഷമായിരിക്കണം. കൂടിയാട്ടത്തിലേക്ക് വിദൂഷകന്റെ രംഗപ്രവേശം ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ലേ?
വിദൂഷകനുണ്ടായിരുന്നു. പക്ഷെ വിദൂഷകൻ മലയാളം പറയുക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് 12ാം നൂറ്റാണ്ടോടുകൂടിയൊക്കെ ആയിരിക്കണം. കാരണം കുലശേഖരന്റെ കാലത്തില് കുലശേഖരൻ അദ്ദേഹത്തിന്റെ വ്യംഗ്യവ്യാഖ്യാത അല്ലെങ്കിൽ സംവരണം ധ്വനിയും ധനഞ്ജധ്വനിയിലൊന്നും പ്രാദേശിക ഭാഷ ഉപയോഗിക്കുന്നതായിട്ട് പറയുന്നില്ല, ഉപയോഗിക്കാനായിട്ട് നിർദ്ദേശിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് കുലശേഖരന് ശേഷമായിരിക്കണം മലയാളം പിന്നീട് വന്നിട്ടുണ്ടാവുക. അപ്പം അതുകൊണ്ടൊരു 11 നൂറ്റാണ്ടിന് ശേഷം 12-13 നൂറ്റാണ്ടുകളിലൊക്കെ ആയിരിക്കണം ഈ പ്രാദേശിക ഭാഷ കടന്നു വന്നിട്ടുണ്ടാവുക. ഈ ഒരു പൈതൃകത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ചാക്യാർ കുടുംബങ്ങളിലാണ് ഇത് സംരക്ഷിക്കപ്പെട്ടത്. കൂത്തമ്പലങ്ങളിൽ അവതരിപ്പിച്ച് ക്ഷേത്ര കലയായിട്ടാണ് വികസിച്ചത്, അനുഷ്ഠാന കലയായിട്ടാണ് വികസിച്ചത്. ഇപ്പം നമുക്ക് പൊതിയില്, അമ്മന്നൂര്, മാണി, അങ്ങനെയുള്ള പൈങ്കുളം ഈ കുടുംബങ്ങളിലൂടെയൊക്കെയാണ് ചാക്യാർ വന്നത്. മധുവേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ അച്ഛൻ ശ്രീ പത്മശ്രീ മൂഴിക്കുളം കൊച്ചുകുട്ട ചാക്യാര്, വല്യച്ഛൻ മഹാനായ ഗുരു അമ്മന്നൂർ മാധവ ചാക്യാര്. അങ്ങനെ ഒരു പാരമ്പര്യത്തിലാണ് കൂടിയാട്ടത്തിനുള്ളിൽ ജനിച്ച ഒരാൾക്ക് സ്വാഭാവികമായും കുടുംബത്തിന്റെ പിന്തുടർന്ന് പോകുമ്പോഴാണ് വരുന്നത്. ഇതെനിക്ക് അറിയാനുള്ളത് ഈ ഒരു ഏറ്റവും സൂക്ഷ്മാഭിനയത്തിന് സാധ്യതയുള്ള കലയായ കൂടിയാട്ടം. നിങ്ങളുടെ ഒരു കുട്ടിക്കാലത്തെ കൂടിയാട്ടത്തിലേക്കുള്ള തുടക്കം, നിങ്ങളുടെ ഒരു വിദ്യാഭ്യാസ രീതി എങ്ങനെയായിരുന്നു കുടുംബങ്ങളിലുള്ള? ഇത് ഞാൻ പഠിക്കുന്ന കാലം അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കാലത്തൊക്കെ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പഠനമാണ്. അതായത് കൂടിയാട്ടം അങ്ങനെ ഇപ്പോൾ ഇന്നും നമ്മൾ കാണുന്ന സ്ഥാപനവൽക്കരണത്തിന് ശേഷമുണ്ടായ കൃത്യമായ ഒരു സിലബസ് വെച്ചിട്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെയുള്ള പഠനം എന്നുള്ള രീതിയൊന്നും ശരിക്കില്ല. കാരണം ഇത് കുടുംബത്തിലെ ദൈനംദിന വൃത്തിയുടെ ഭാഗമായിട്ട് തന്നെയാണ് കൂടിയാട്ട പഠനം. അറിയാതെ സ്വാഭാവികമായിട്ട് പഠിപ്പിക്കുക തന്നെയാണ്. അതായത് പഠിപ്പിക്കുന്ന ആളുടെ സമയവും ഒഴിവും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പഠിപ്പിക്കുന്ന അമ്മാവനായാലും അല്ലെങ്കിൽ മുത്തച്ഛനായാലും അല്ലെങ്കിൽ അച്ഛനായാലും ഇവരൊക്കെ കൂത്തും കൂടിയാട്ടവും രംഗാവതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പൊ അവരുടെ രംഗാവതരണം ഇല്ലാത്ത സമയത്തായിരിക്കും സ്വാഭാവികമായിട്ട് ഇവരെ പഠിപ്പിക്കുക. അപ്പൊ കാലത്ത് മുതൽ പഠനം തുടങ്ങും, രാത്രി വരെ പഠനം ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് കൃത്യമായ ഇന്ന സമയത്ത് പഠിക്കുക എന്നുള്ള ഒരു രീതിയൊന്നും ചാക്യാർ കുടുംബങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ എപ്പോഴാണോ കൂത്തും കൂടിയാട്ടവും ഇല്ലാത്ത അവസരങ്ങൾ ആ സമയത്താവും പഠിപ്പിക്കുക. അത് പഠിപ്പിക്കുന്നത് തന്നെ ഗുരുനാഥൻ്റെ ഇഷ്ടമനുസരിച്ച് ആവശ്യമനുസരിച്ച് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ കണ്ട് ഇപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഉണ്ടല്ലോ ഇന്ന വേഷം പഠിപ്പിച്ചാൽ പിന്നെ അടുത്ത വേഷം പഠിപ്പിക്കുക എന്നൊരു രീതിയുണ്ട്. പക്ഷേ ചാക്യാർ കുടുംബങ്ങളിൽ അതില്ല. ആ കുടുംബത്തിന് അടിയന്തരമുള്ള ക്ഷേത്രങ്ങളിൽ ആ വർഷം ഏതാണോ കൂടിയാട്ടം അതിൽ ഈ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിയുടെ ആവശ്യമുണ്ടെങ്കിൽ അയാളെ ആ വേഷം പഠിപ്പിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ചെറിയ വേഷങ്ങളായിരിക്കും ആദ്യം പഠിപ്പിക്കുക. പക്ഷെ നിങ്ങളുടെയൊക്കെ കാലത്തൊക്കെ വരുമ്പോഴേക്കും കുറച്ചും കൂടി ഇപ്പൊ കണ്ണ് സാധകം, മുദ്ര പറഞ്ഞിട്ടുള്ള അഭിനയം, അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിട്ടയിൽ ഞാൻ പഠിക്കുന്നൊന്നുമില്ല. ഞാൻ പഠിച്ചു തുടങ്ങുന്നത് 77-ലാണ്. അന്ന് ഞാൻ മൂഴിക്കുളത്ത് ആണ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. 6ാം ക്ലാസ് 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ തുടങ്ങുന്നത്. തുടങ്ങാൻ എന്നാ തുടങ്ങിയെന്ന് വെച്ചാൽ എനിക്കിപ്പോഴും കൃത്യമായിട്ട് പറയാൻ എന്നോന്ന് പഠിപ്പിച്ചു തുടങ്ങി എന്നല്ലാണ്ട് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പം അന്ന് അച്ഛൻ അവിടെ ഉണ്ട്. അപ്പം അച്ഛൻ കാലത്ത് കുറച്ചു നേരം പഠിപ്പിക്കും. അത് കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ രാത്രി കുറച്ചു നേരം പഠിപ്പിക്കും. അപ്പം അന്നൊന്നും രാമായണം ഇപ്പോൾ കൂടിയാട്ടത്തിൽ മുദ്ര പഠിപ്പിക്കാച്ച ഹസ്തലക്ഷണ ദീപി അനുസരിച്ചിട്ട് ഹസ്തപതാകവും മുദ്രാഖ്യ എന്ന് പറഞ്ഞ മുദ്രയൊന്നും പഠിപ്പിക്കുന്ന രീതിയില്ല. രാമായണ സംക്ഷേപമാണ് കാണിപ്പിക്കുക. അതുപോലെ അരങ്ങേറ്റത്തിന് വേണ്ട ബാലചരിത്രത്തിലെ സൂത്രധാരന്റെ ഭാഗങ്ങൾ പഠിപ്പിക്കുക. അല്ലാതെ കണ്ട് ശാസ്ത്രം അനുസരിച്ചുള്ള പഠിപ്പിക്കുന്ന രീതി ഉണ്ടായിട്ടില്ല. പിന്നെ മാർഗിയിൽ വന്നപ്പോഴും ഉണ്ടായിട്ടില്ല. മാർഗിയിലും ശരിക്കും പറഞ്ഞാൽ മാർഗി സ്ഥാപനമാണെങ്കിൽ പോലും വല്യച്ഛൻ അമ്മന്നൂർ മാധവ ചാക്യാർ അദ്ദേഹവും അതുപോലെ അച്ഛനും രണ്ടുപേരാണ് പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ പഴയ രീതിയിൽ എങ്ങനെയാണോ പഠിപ്പിച്ചിരുന്നത് അതുപോലെ തന്നെ പഠിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു ഞാനിപ്പോ അദ്ദേഹം ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ തിയേറ്റർ, ഏൻഷ്യൻ തിയേറ്റർ എന്നൊരു പ്രത്യേക വിഭാഗമുണ്ട്. അതിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അവിടുത്തെ അധ്യാപകനാണ്. മധുരത്തിന്റെ കുടുംബവും ഡോക്ടർ ഇന്ദു, കവയിത്രിയും അധ്യാപികയുമായ ഡോക്ടർ ഇന്ദു ആണ് പത്നി. ഇന്ദുവും വിവാഹം കഴിഞ്ഞതിന് ശേഷം പൂർണ്ണമായിട്ടും കൂടിയാട്ടത്തിലേക്ക് വരികയും ഇന്ന് വളരെ പ്രത്യേകമായ നങ്ങ്യാർകൂത്തിൽ ധാരാളം സാധ്യതകളുള്ള വേഷങ്ങൾ കണ്ടെത്തി ചെയ്യുകയും കൂടിയാട്ടത്തിൽ അങ്ങയോടൊപ്പം വേഷം കിട്ടിയിട്ടുമുണ്ട്. പ്രത്യേകമായിട്ട് പറയേണ്ടത് ശ്രീഹരിയാണ്. മാർഗി മധുവിന്റെ പുത്രൻ ശ്രീഹരിയും ഇന്ന് കൂത്തു പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, പതുക്കെ വേഷം പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ അതെ അദ്ദേഹത്തിനൊരു സ്ഥാപനവും ഉണ്ട് മൂഴിക്കുളത്ത്, നേപഥ്യ എന്ന് പറഞ്ഞിട്ട് കൂടിയാട്ടം പരിശീലിപ്പിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. ഈ നേപഥ്യയിലെ കൂടിയാട്ട പരിശീലനം എങ്ങനെയാണ്? നേപഥ്യയില് പരമാവധി പഴയ സമ്പ്രദായത്തിൽ തന്നെ പഠിപ്പിക്കുക എന്നുള്ളതാണ് നേപഥ്യയിൽ ഇപ്പോൾ ഞങ്ങൾ തുടർന്നു വരുന്ന രീതി. അതായത് ഞാനൊക്കെ എങ്ങനെയാണോ പഠിച്ചത് അതുപോലെ തന്നെ പഠിപ്പിക്കുക എന്നുള്ളത്. അതായത് പഴയ ചെറിയ വേഷങ്ങൾ പഠിപ്പിക്കുക, പിന്നെ നിർവഹണങ്ങൾ പഠിപ്പിക്കുക. പലപ്പോഴും നമ്മൾ രംഗത്തുനിന്ന് നിർവഹണങ്ങളൊക്കെ ഒഴിവായി തുടങ്ങിയിട്ടുണ്ട്. കൂടിയാട്ടം നാടകഭാഗം മാത്രം
അവതരിപ്പിക്കുക, ഒരു കാഴ്ച എന്നുള്ള രീതിയിൽ അനവധി വേഷങ്ങളെ കൊണ്ടുവന്നിട്ടുള്ള ഭാഗങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ള രീതിയാണ് പൊതുവെ സ്വീകാര്യമായിട്ടുള്ളത്. പക്ഷേ നേപഥ്യയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ രംഗാവതരണമായാലും എല്ലാ ഭാഗങ്ങളും പരമ്പരാഗത രീതിയിൽ എങ്ങനെയാണോ അഭ്യസിച്ചുള്ളത് അതേ രീതിയിൽ അഭ്യസിപ്പിക്കുകയും അത് തന്നെ രംഗത്ത് അവതരിപ്പിക്കുകയും ചെയ്യുക. ഒരു ഭാഗം തന്നെ 3 കുട്ടികൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ 3 കുട്ടികളെ കൊണ്ടും ഒരേ ഭാഗം രംഗത്ത് ചെയ്യിപ്പിക്കുകയും ചെയ്യും. ആ ഒരു രീതിയാണ് നേപഥ്യയിൽ തുടർന്നു വരുന്നത്. ഈ ഇപ്പൊ നിർവഹണത്തിന്റെ ഒക്കെ ഒരു ഇത് പറഞ്ഞു, നമ്മൾ പലപ്പോഴും കഥ എന്താണെന്നറിയാനല്ല, നാടകം എന്താണെന്നറിയാനല്ല കൂടിയാട്ടം കാണുന്നത്. 35-40 ദിവസം നീണ്ടു നിൽക്കുന്ന അവതരണങ്ങളാണ്. ഒരു വസ്തുതയൊരു ആക്ടർ തിയേറ്റർ ആണ് അല്ലെ കൂടിയാട്ടം? അതെ, തീർച്ചയായിട്ടും. ഒരു നടന്റെ ഇപ്പൊ നിർവഹണ ഭാഗത്തില് ഒരു നടന്റെ എല്ലാ അഭിനയ സാധ്യതകളും 10-30 ദിവസം നിർവഹണം കഴിഞ്ഞാൽ, പൂർവ്വകഥ പറയുന്ന നിർവഹണം കഴിഞ്ഞാൽ അവസാനത്തെ 2 ദിവസം നാടകം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഒരു വളരെ സമ്പന്നമായ നടനിലൂടെ വികസിക്കുന്ന ഒരു അഭിനയ സമ്പ്രദായമുണ്ട്. ഈ അഭിനയ സമ്പ്രദായത്തെ ഇന്നൊരു വളരെ സ്പീഡിന്റെ ലോകമാണ്. ഇന്നത്തെ ഒരു പുതിയ തലമുറ കൂടിയാട്ടത്തെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. വളരെ വേഗത്തിൽ നമുക്ക് കാര്യം ചെയ്തു തീർക്കണം. അപ്പോൾ ഇത്ര സൂക്ഷ്മമായ അഭിനയത്തെ കൂടിയാട്ടത്തിന്റെ സങ്കേതത്തിൽ കൊണ്ടുവരുന്നതിന്റെ ഒരു ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? അതിന് ലക്ഷ്മി പറഞ്ഞ ചോദ്യത്തിന് 2 തരത്തിൽ അതിനൊരു സാധ്യതയുണ്ട്. അതായത് ഒന്ന്, നമ്മൾ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ പൊതുവെ സാമാന്യേന സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് മൊത്തമുള്ള നാടകാവതരണത്തെ പരമാവധി ചെറുതാക്കിക്കൊണ്ട് ഇന്ന് സമകാലിക സമൂഹം അനുവദിക്കുന്ന സമയം 2.5 അല്ലെങ്കിൽ 3 മണിക്കൂറിനുള്ളിലേക്ക് ചുരുക്കി അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു രീതിയുള്ളത്. അത് ശ്രീ പൈങ്കിളൻ രാമചാക്യാരുടെ കാലം മുതൽ അനുവർത്തിച്ചു വരുന്ന ഒന്നാണ്. പിന്നെ ഉള്ളത് ഏതെങ്കിലും ഒരു ഭാഗം മാത്രം, അതിൽ നിന്നൊരു ഭാഗം മാത്രം എടുത്തിട്ട് അത് പഴയ രീതിയിൽ വിസ്തരിച്ച് അഭിനയിക്കുക. അപ്പോൾ നമുക്ക് 30 ദിവസത്തെ സമ്പൂർണ്ണ അവതരണം ഒന്നും നടക്കില്ല. പക്ഷേ ആ 30 ദിവസത്തിലെ ഏതെങ്കിലും ഒരു ദിവസത്തെ മുഴുവൻ ഭാഗമല്ല, അതിൽ തന്നെ ഒരു ഭാഗം, ഇപ്പോൾ ഏതെങ്കിലും ഒരു ശ്ലോകം, ഇപ്പോൾ പാനാദ്രൂപരസായനം എന്നുള്ള ഒരു ശ്ലോകം മാത്രം എടുത്തിട്ട് അത് മാത്രം 2 മണിക്കൂർ കൊണ്ട് അഭിനയിക്കുക. അപ്പോൾ പഴയ ആ സാധ്യതകൾ മുഴുവൻ സംരക്ഷിക്കുകയും ചെയ്യാനും സാധിക്കും. അതേസമയം കാലം അനുസരിക്കുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന ഒരു സമയത്തിൽ അവതരണം നടത്താനും സാധിക്കും. ഇങ്ങനെ 2 സാധ്യതകളുണ്ട്. വ്യക്തിപരമായിട്ട് എനിക്ക് താല്പര്യമുള്ളത് എപ്പോഴും ഈ സമ്പ്രദായം, രണ്ടാമത് പറഞ്ഞ ഒരു സമ്പ്രദായത്തിൽ ചെയ്യാന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കിപ്പോൾ കഥകളിയിലായാലും കൂടിയാട്ടത്തിലായാലും ഒക്കെ സംഭവിക്കുന്നതാണ്. ചില ക്രീമായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം സംരക്ഷിക്കപ്പെടുകയും അപ്രധാനമെന്ന് നമ്മൾ ഇപ്പോൾ വിചാരിക്കുന്ന ഭാഗങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും. പക്ഷേ മൊത്തം ഒരു നാടകം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മൊത്തം ഒരു തിയേറ്റർ എന്നുള്ള രീതിയിൽ ഇതിനൊക്കെ വളരെ സാധ്യതകളുണ്ട്. പക്ഷെ ആ സാധ്യതകളൊക്കെ ഒരു പക്ഷേ ആദ്യം കാണുന്ന ഒരു പ്രേക്ഷകന് അതത്ര വലുതായിട്ട് തോന്നിയെന്ന് വരില്ല. പക്ഷെ അതൊക്കെ കളരിയിൽ നിന്ന് നഷ്ടപ്പെടുന്നതോട് കൂടിയിട്ട് അടുത്ത തലമുറയിലേക്ക് നമുക്കിത് കൈമാറാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവും എന്നുള്ളത് ഭയങ്കര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. പലതും നമ്മൾ അവതരിപ്പിക്കാതെ വരുമ്പോൾ അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ടാണ് നേപഥ്യയിൽ വളരെ ബോധപൂർവമാണ് അത്തരം വിരസമായിട്ടുള്ള ഭാഗങ്ങളാണെങ്കിൽ പോലും ഒഴിവാക്കാതെ കൊണ്ട് രംഗത്ത് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമസ്കാരം, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ചായക്കൂട്ടിലേക്ക് സ്വാഗതം. രാക്കിളി പാട്ടിനീണങ്ങൾ ഈ മൺചരാത് ആഴം കൂട്ടുന്നത് എൻ്റെ സഞ്ചാരം തന്നെയാണ്. കൊള്ളാമല്ലേ? ഹേയ് ഗോപാലൻ, അടിപൊളിയാണല്ലോ. ഇത്തവണ ശാരദയ്ക്ക് മൻരേഖയിൽ നിന്ന് പണിക്കൂലി കിട്ടിയപ്പോ അവള് മേടിച്ചതാ ഈ കുപ്പായം. എന്തുവാ? കെട്ടിയോളുടെ കാശുണ്ടോ? ഇതെന്ത് പറച്ചിലാ ഗോപാല? ഇന്ന് സ്ത്രീ ഏത് കാര്യത്തിലും പുരുഷന് തുല്യമാണോ? എന്നോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുവാ ശാരദ. മഹാത്മാഗാന്ധി നരേഗ, ഗ്രാമീണ സ്ത്രീയുടെ അഭിമാനം. കൂടിയാട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ സൂക്ഷ്മമായ നേത്രാഭിനയത്തിന്റെ സാധ്യത, മറ്റൊന്ന് പകർനാട്ടത്തിന്റെ സാധ്യത. ഇത്രയും സാധ്യതകൾ എനിക്ക് ലോകനാടകവേദിയിലും ദൃശ്യവേദിയിലും വേറൊരാളും ഇത്രയും വേറൊരു കലാരൂപവും ഇത്രയും സ്വാംശീകരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ഈ പകർനാട്ടത്തിന്റെ സാധ്യതകൾ എങ്ങനെയാണ്? അത് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എവിടെയൊക്കെയാണ് അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കാറ്? ചാക്യാന്മാർ അവതരിപ്പിക്കും. കൂടിയാട്ടത്തില് പല സ്ഥലങ്ങളിലും നമുക്ക് പകർനാട്ടം കാണാൻ പറ്റും. പ്രത്യേകിച്ച് നിർവഹണം എന്ന് പറയുന്ന പൂർവ്വകഥാവിവരണത്തിൽ
അധികവും പകർന്നാട്ടങ്ങളാണ് ഉണ്ടാവുക. കാരണം ഒരു നടൻ മാത്രമാണ് രംഗത്ത് വരുന്നത്. അദ്ദേഹം കഥ പറയുന്ന കൂട്ടത്തിൽ ആ സമയത്തിങ്കൽ ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ ശ്രീരാമനായിട്ട് മാറുകയാണ്. അതുപോലെ ആ സമയത്ത് ലക്ഷ്മണൻ എന്ന് പറയുമ്പോൾ ലക്ഷ്മണനായിട്ട് മാറുകയാണ്. അതുപോലെ ഇപ്പോൾ ഭീമന്റെ അജഗരകബളിതം, അവിടെ ഈ ഭീമന്റെ വേഷം ധരിച്ചിട്ടുള്ള നടൻ തന്നെയാണ് ആനയായിട്ടും സിംഹമായിട്ടും പെരുമ്പാമ്പായിട്ടും പിന്നീട് ഭീമനായിട്ടും മാറുന്ന രംഗാവതരണങ്ങളൊക്കെ അതുപോലെ കൈലാസോദ്ധരണം കഴിഞ്ഞുള്ള പാർവതി വിരഹത്തില് രാവണൻ തന്നെ ശിവനായിട്ടും പാർവതിയായിട്ടും മാറി മാറി അഭിനയിക്കുന്നത് കാണാൻ പറ്റും. എനിക്ക് കൂടിയാട്ടത്തിന്റെ സങ്കേതത്തെ കുറിച്ച് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഒരു നാടക പാഠത്തെ, ഇപ്പൊ ഭാസൻ എഴുതിയ നാടകമായിരിക്കാം, ശക്തിഭദ്രന്റെ നാടകമായിരിക്കാം, ഒരു നാടകത്തിന്റെ ലിഖിത പാഠത്തെ എങ്ങനെയാണ് ഒരു കൂടിയാട്ടത്തിന്റെ ഒരു ആട്ടപ്രകാരത്തിലേക്ക്, കൂടിയാട്ടത്തിന്റെ സങ്കേതത്തിലേക്ക് ഒരു നടൻ എങ്ങനെയാണ് പരിവർത്തിപ്പിക്കുന്നത്? പ്രധാനമായിട്ടും കൂടിയാട്ടത്തിൽ ഒരു നാടകം പൂർണ്ണമായിട്ട് അവതരിപ്പിക്കുക എന്ന രീതിയില്ല. പകരം നാടകത്തിലെ ഏതെങ്കിലും ഒരു അംഗം മാത്രമാണ് അതിനാണ് ഈ 35-40 ദിവസങ്ങൾ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നാടകത്തെ അപ്രസക്തമാക്കുകയും നാടകത്തിൽ നിന്ന് ഒരംഗം മാത്രം എടുക്കുകയും ചെയ്യും. എന്നിട്ട് അതിനൊരു പുതിയ പേര് കൊടുക്കുകയാണ്. വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ എനിക്കറിയില്ലായിരുന്നു ശൂർപ്പണഖാംഗം എന്ന് പറയുന്നത് ശക്തിഭദ്രന്റെ ആശ്ചര്യചൂഡാമണി 2ാം അംഗമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നീടാണ് ഞാൻ അതറിയുന്നത്. നമുക്കറിയാവുന്നത് ഈ ശൂർപ്പണഖാംഗം കൂടിയാട്ടം എന്നുള്ള രീതിയിലാണ് ഈ നാടകത്തിലെ ആ അംഗം അറിയണത്. അതിലപ്പുറത്തുള്ള അംഗം നമുക്കറിയില്ല. ഇപ്പൊ നമുക്ക് ഈ നമ്മൾ പകർനാടകത്തെ കുറിച്ച് സംസാരിച്ചു. അതിന്റെ ഒരു വിഷ്വലാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഭീമന്റെ അജഗരകബളിതത്തിലെ ഭാഗമാണെന്ന് തോന്നുന്നു. അതൊന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. എന്നിട്ട് ഈ വിഷയം സംസാരിച്ചു തുടങ്ങാം. നമ്മള് ഇപ്പൊ കണ്ടത് അജഗരകബളിതത്തിന്റെ ഭാഗമാണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു ലിഖിത പാഠത്തെ, നാടകത്തെ എങ്ങനെ നടൻ സ്വാംശീകരിക്കുന്നു അതിനെക്കുറിച്ച് ഒന്നുകൂടി. അതിലിപ്പോ ഞാൻ പറഞ്ഞ പോലെ ഒരു അംഗം മാത്രം എടുത്തിട്ട് അവതരിപ്പിക്കുക. ഏതെങ്കിലും അംഗം എടുക്കുക. ഈ അംഗത്തിനെ 3 ഭാഗമായിട്ട് തിരിക്കുകയാണ്. ആദ്യം ഇപ്പോൾ പുറപ്പാട്, ആ അംഗത്തിലെ ആദ്യത്തെ കഥാപാത്രം അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഭാഗത്തിലെ ആദ്യത്തെ കഥാപാത്രത്തിന്റെ രംഗപ്രവേശമാണ്. അതിനുശേഷം നിർവഹണമായിട്ട് പൂർവ്വകഥ, നമ്മൾ എവിടെ നിന്നാണോ അംഗം ആരംഭിക്കുന്നത് അതിനു മുമ്പുള്ള കഥാഭാഗം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആഹാര്യമായിട്ട് ഒരു നടൻ രംഗത്ത് വന്നിട്ട് ഈ കഥ മുഴുവൻ പല കഥാപാത്രങ്ങളായിട്ട് പകർന്നാടി അവതരിപ്പിക്കുകയാണ്. അങ്ങനെ നാടകത്തിലെ ഇതിവൃത്തത്തിനോട് ബന്ധിപ്പിക്കുന്നു. അതിനുശേഷമാണ് കൂടിയാട്ടം എന്ന് പറയുന്ന നാടക ഭാഗം വരുന്നത്. ഇങ്ങനെയാണ് ഒരു നാടകത്തിലെ ഒരു അംഗത്തിനെ കൂടിയാട്ടത്തിന്റെ ഘടനയിലേക്ക് കൊണ്ടുവരുന്നത്. എനിക്ക് കൂടിയാട്ടത്തിന്റെ സങ്കേതങ്ങളെ കുറിച്ച് ഒന്നുകൂടെ അറിയണമെന്നുണ്ട്. കൂടിയാട്ടത്തിൽ പ്രധാനമായിട്ടും ഈ സംസ്കൃത നാടകത്തിലെ ഡയലോഗുകൾ പറയുന്നതിന് കൂടിയാട്ടത്തിൻ്റെതായിട്ടുള്ള ഒരു ശൈലിയുണ്ട്. അത് രാഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ ഓരോ കഥാപാത്രത്തിന്റെ സ്ഥായിഭാവത്തെ ഉൾക്കൊള്ളുന്ന രാഗങ്ങളാണ്. അതിനൊരു വേദ ആലാപന ശൈലിയുമായിട്ട് സാമ്യമുണ്ടാവും. നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ടൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഈ ചില സ്വരിക്കലിന്റെ സ്വഭാവത്തിനൊക്കെ വേദങ്ങളുടെ സ്വരിക്കലുമായിട്ടൊരു ബന്ധമുണ്ട് എന്ന് പറയാം. ഉദാഹരണം ഏതെങ്കിലും ഒന്ന് രാഗം പറയാം. പക്ഷെ എനിക്ക് സംശയം തോന്നുന്നത് ഈ നമ്മളിപ്പോ ഈ വേദവുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുമ്പോഴും വേദത്തിൽ ഇത്തരം ഭാവം കൊടുത്തിട്ടാണോ ചെല്ലണേന്നൊരു സംശയമുണ്ട്. അപ്പൊ അതുകൊണ്ട് കൂടിയാട്ടത്തിലെ ശ്രദ്ധ എന്ന് പറയുന്നത് സംഗീതത്തിനല്ല, മറിച്ച് ഭാവത്തിന്റെ പ്രാധാന്യം നോക്കാനാണ്. അപ്പൊ ഈ സ്വരിക്കലിന്റെ സാമ്യം വെച്ച് നമുക്ക് ആ ഒരു ഇത് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ശാസ്ത്രീയ സംഗീത പദ്ധതിയായിട്ടൊന്നും അതിന് ബന്ധമില്ല. പക്ഷെ ചില പേരുകളൊക്കെ നമുക്ക് ഇപ്പോ വീരപഞ്ചമം, ഭിന്ന പഞ്ചമം എന്ന് പറയുന്ന പഞ്ചമം എന്ന് പറയുന്ന സ്കെയിലുമായിട്ട് ചില ബന്ധം. അതുപോലെ ഹിമകരം എന്ന ഭാഗത്തിൽ അശോകനാഗത്തിലെ ഹിമകരം എന്ന് പറയുന്ന ഭാഗത്ത് ഒരിടത്ത് ഹിമകര എന്ന് ചൊല്ലാനായിട്ട് പഞ്ചമത്തിൽ ചൊല്ലു, പിന്നെ ഷഡ്ജത്തിൽ ചൊല്ലു, പിന്നെ ഉച്ചത്തിൽ ചൊല്ലു എന്നൊക്കെ പറയുന്നു. അപ്പൊ ഏതോ ഒരു കാലത്ത് സംഗീതമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കാൻ തോന്നുന്ന ചില രേഖകൾ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഭാവത്തിന്, അത് പ്രത്യേകിച്ച് അമ്മന്നൂർ ശൈലിയിലെ ആലാപനം രീതി എന്ന് പറയുന്നത് ഭാവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. അപ്പോൾ ദുഃഖത്തിന് ആണെങ്കിൽ ദുഃഖഗാന്ധാരം എന്ന് പറയുന്ന രാഗമാണ് ചെല്ലുക. അതിന് ഒരു വരി അല്ലെങ്കിൽ 2 വരി ചെല്ലാം.
ശാസീതോഹം ത്വയാ രാജൻ പ്രയാമി നാച ദോഷവൻ. ഇവിടെ ദുഃഖം തോന്നിപ്പിക്കലാണ് ആവശ്യം. ഇതൊരു വീരനായകനിലേക്ക് വരുന്നത് എങ്ങനെയാ ദേഷ്യത്തിലാണ് അത് ചെല്ലുന്നത് വെച്ച് കഴിഞ്ഞാല് തർക്കൻ എന്നുള്ള രാഗമാണ് ഉപയോഗിക്കുക. അപ്പൊ സ്വതേ ഈശോ ഒരിക്കലും തർക്കനിൽ ചെല്ലേണ്ടത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതേ ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടിട്ട് അതേ ശ്ലോകം തന്നെ ചെല്ലുകയാണ്. ഇപ്പൊ തർക്കൻ രാഗത്തില് ശാസീതോഹം ത്വയാ രാജൻ പ്രയാമി നാച ദോഷവൻ. ഈ ഒരു വ്യത്യാസമാണ്, ഭാവത്തിന്റെ വ്യത്യാസമാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന രണ്ട് ഭാവങ്ങളായിരുന്നു. ചില പ്രത്യേക ഇപ്പൊ ശൂർപ്പണഖയുടെ ഒക്കെ ചില പ്രയോഗങ്ങൾ അതിലൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതെനിക്കൊന്ന് കേട്ടാ. ശൂർപ്പണഖയ്ക്ക് ഹീന ഭാഷ എന്നാണ് കൂടിയാട്ടത്തിന്റെ പ്രാകൃതവുമല്ലേ? പ്രാകൃതം നാടകത്തിലെ ഇത് പ്രാകൃതാണ്. പക്ഷെ അതിനെ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്യുന്നുണ്ട്. ഇപ്പൊ വിദൂഷകൻ മലയാളത്തിലേക്ക് പ്രാകൃതത്തെ സംസ്കൃതത്തിലേക്കും പിന്നീട് മലയാളത്തിലേക്കും മാറ്റുന്നത് പോലെ ശൂർപ്പണഖ പ്രാകൃതം ചൊല്ലി പിന്നീട് തന്റെ കഥയൊക്കെ പറയുന്നത് ഹീന ഭാഷയിലാണ്. അതിന് ഒരു മലയാള ഭാഷ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടെ പഴയ ഒരു മലയാള ഭാഷ. രാക്ഷസിത്വം തോന്നുന്നു, അതിൽ കുറെ രാഷ്ട്രീയം ഉണ്ടെന്ന് തോന്നുന്നു എനിക്കൊരു. പക്ഷേ നമ്മുടെ ഒരു ക്ഷേത്ര പരിസരത്ത് ചെയ്യുന്ന ഒരവസ്ഥയിൽ ശൂർപ്പണഖയെ കർണനാസികാഛേദനം ചെയ്താൽ അതൊരു സാധാരണ ഒരു സ്ത്രീ ആയി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രേക്ഷകരുടെ ഇടയിൽ ഉണ്ടാകാവുന്ന ഒരു ശ്രീരാമനെതിരെ തിരിയുന്ന ഒരു വിഷയം പോലും അതിലുണ്ടാവാം ഒരു പക്ഷേ. അതുകൊണ്ടായിരിക്കും വളരെ ബോധപൂർവം നമുക്ക് അന്യമാണ് എന്ന് തോന്നുന്ന വിധത്തിൽ, നമുക്ക് ഒരിക്കലും ഒരു അടുപ്പം തോന്നാത്ത വിധത്തിലാണ് ആ കഥാപാത്രത്തിന് സംവിധാനം ചെയ്തിട്ടുള്ളത്. പലപ്പോഴും അവസാന രംഗത്ത് മാത്രമാണ്, ആദ്യ രംഗത്ത് കരിയായിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ പുതിയ ഇതിൽ പറയുന്നത് ഇപ്പൊ സുഖം എന്നുള്ളത് സംസ്കൃത വാക്കാണ്, സുഖമാണ് മലയാളം എന്ന് പറയുന്നത്. സുഖം പറയുന്നത് സുഖം എന്നാണ്. ഒരു പക്ഷെ നമ്മള് പഴയ മലയാളം എന്ന് പറയണോ അതോ മലയാളത്തിൽ പറയണോ എന്ന് പറയണ്ടെന്ന് അറിയില്ല. അത് പക്ഷെ ഒരു പ്രത്യേക ശബ്ദത്തിലാണ് ശൂർപ്പണഖ പറയും. അപ്പൊ സുഖം എന്നുള്ളത് തുകം എന്ന് പറയും. അപ്പൊ ഈ ശബ്ദത്തിലാണ് പറയുന്നത്. നമ്മള് കൂടിയാട്ടത്തിന്റെ ഇന്ന് വരെയുള്ള ഒരു ഇതിന്റെ ചരിത്രം എടുത്തു നോക്കിയാല് ശ്രീ മാർഗി മധുവിനെ പോലുള്ള പുതിയ തലമുറയിലെ കൂടിയാട്ട കലാകാരന്മാര് പഴയ സമ്പ്രദായത്തിൽ നിന്ന്, പണ്ട് നാടകം അവതരിപ്പിക്കുന്ന സമ്പ്രദായത്തിൽ നിന്ന് വിടുകയല്ല, അവരുടേതായിട്ടുള്ള ചില പുതിയ സാധ്യതകൾ കണ്ടെത്തിക്കൊണ്ടുള്ള പുതിയ അവതരണങ്ങൾ ശ്രീ മാർഗി മധുവിനെ പോലെയും ഉഷാങ്ങരെ പോലുള്ളവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. മധുവേട്ടന്റെ ഒരു തന്നെയുള്ള ചില അവതരണങ്ങളെ കുറിച്ച് കൂടി നമുക്ക് ഈ അതിൽ സംസാരിക്കണമെന്ന് തോന്നുന്നു. അതിൽ പ്രധാനമായിട്ടും എനിക്ക് ഓർമ്മയുള്ളത് കർണഭാരാണ്. കർണഭാരത്തെ എങ്ങനെയാ? കർണഭാരം പൊതുവെ കൂടിയാട്ടത്തിൽ അവതരിപ്പിക്കാത്ത നാടകത്തിലൊന്നായിരുന്നു. നാടകം എന്ന് പറയുകയോ ശരിക്കും രൂപങ്ങളിലൊന്ന്. പക്ഷെ നമ്മളെ നാടകം എന്ന് പറഞ്ഞു മലയാളിക്ക് നാടകം എന്ന് പറഞ്ഞാൽ സംസ്കൃത നിയമമനുസരിച്ച് നാടകം കർണഭാരം ഞാൻ ചെയ്യുന്നത് സംസ്കൃത കലാശാലയിൽ ഞാൻ അധ്യാപകനായ ശേഷം അന്ന് അവിടെ രജിസ്ട്രായിരുന്ന ഡോക്ടർ കെ ജി പൗലോസ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ ആവശ്യം അനുസരിച്ചിട്ടാണ് കർണഭാരം കൂടിയാട്ട രൂപത്തിലേക്ക് ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത്. അതിലാദ്യം തൃപ്പൂണിത്തുറ ഇൻ്റർനാഷണൽ സെൻറ്ററിൽ അവിടെ നടത്തിയ ഒരു സെമിനാറിന്റെ ഭാഗമായിട്ട് അതിലൊരു ഭാഗം മാത്രം എടുത്തിട്ട് കൂടിയാട്ടമായിട്ട് അവതരിപ്പിക്കും. ഞങ്ങളൊക്കെ കൂടിയാട്ടം കണ്ട് ശീലിച്ചത് ഒരു ഇന്റർനാഷണൽ സെന്റർ ഫോർ കൂടിയാട്ടത്തിന്റെ ഒരു ഇതിലാണ്. അതെ അതെ. അപ്പൊ അന്നാണ് ചെല്ലിയാട്ടായിട്ട് ഒരു ശ്ലോകം മാത്രം എടുത്തിട്ട്, ആ പരശുരാമന്റെ ശാപം വരുന്ന ശ്ലോകം മാത്രം എടുത്തിട്ട് ശ്ലോകം മാത്രം എടുത്ത് അഭിനയിച്ചു. അപ്പോഴാണ് ഇത് കൂടിയാട്ടത്തിൽ ധാരാളം സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് പിന്നീട് അത് സംസ്കൃതശാലയിൽ വെച്ചിട്ട് പൂർണ്ണമായിട്ടും കൂടിയാട്ട രൂപത്തിൽ തന്നെ
അവതരിപ്പിക്കേണ്ടായത്. അതിലൊരു 2-3 സാധ്യതകൾ. ഒന്ന്, കർണൻ എന്ന് പറയുന്നൊരു കഥാപാത്രം കഥകളിയിൽ കർണശബ്ദം, മാലിയുടെ കർണശബ്ദം വന്നതോടുകൂടി വളരെ ജനകീയമാവുകയും മാത്രമല്ല പുതിയ നോവലുകളിലൊക്കെ തന്നെയായാലും ഒരു ആൻറ്റി ഹീറോയെ മറ്റൊരു രീതിയിൽ പുതിയ വായനയുടെ സാധ്യതകളൊക്കെ കണ്ടെത്തുന്ന ഒരു കാലത്ത് കർണനെ പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് കൂടിയാട്ടത്തിൽ ഇല്ലാത്തൊരു കഥാപാത്രത്തിനെ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു സാധ്യത അതിലുണ്ട്. കൂടിയാട്ടത്തിലെ മറ്റിപ്പോ അർജുനെ പോലെയുള്ള രാവണനെ പോലുള്ള നായകന്മാരെക്കാട്ടിലും മാനസിക സംഘർഷം ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ പുതിയ സാമൂഹ്യമായിട്ടുള്ള വിഷയങ്ങൾ അഡ്രസ് ചെയ്യാനുള്ള സ്പേസ് അവിടെ കർണനിലുണ്ട്. അപ്പൊ അത്തരം ഒരു സാധ്യത വെച്ചുകൊണ്ടാണ് കർണഭാരം ചെയ്യേണ്ടത്. ഞാൻ ഇടപെട്ടെ, അത്തരത്തിലുള്ള ഒരു സ്പേസ്, അതായത് പുതിയ പ്രശ്നങ്ങളെ, ഇപ്പൊ നിങ്ങളെ പോലുള്ള ഒരു പുതിയ കാലത്ത് ജീവിക്കുന്ന പുതിയ കാലത്തോട് സംവദിക്കുന്നവരാണ്, ഇത്തരത്തിലുള്ള ഒരു സ്പേസ് കൂടിയാട്ടത്തിന്റെ ഒരു ചട്ടക്കൂടിനുള്ളിലുണ്ടോ? അത് വളരെ പ്രത്യക്ഷമല്ല, പക്ഷെ നടന്റെ മാനസിക വ്യാപാരങ്ങൾ, ഇപ്പൊ അഭിനയം എന്ന് പറയുന്നത് മനസ്സിൽ കൂടെ ഉണ്ടാവുന്നതാണല്ലോ. അയാളുടെ മാനസിക വ്യാപാരങ്ങളിൽ കൂടി ഈ രംഗത്ത് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ചില അനുരണനങ്ങൾ പ്രേക്ഷകരിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചേക്കുന്നത് കലകളെ പുതിയ രീതിയിൽ അവതരിപ്പിക്കുകയും പുതിയ വിഷയങ്ങളിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യുമെന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പോൾ കൂത്തിലൊക്കെ വളരെ അരോചകമായിട്ട്, ഇപ്പോൾ എയ്ഡ്സിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഈ അടുത്തിടെ കണ്ടിരുന്നു കൂത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുക. അതല്ല, അതൊരു കലാരൂപത്തിനോട് ചെയ്യുന്ന അനീതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് അതിൻ്റെതായ മാധ്യമങ്ങളുണ്ട്, ആ രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വളരെ നേരിട്ട് ചോദിച്ചാൽ ഇതിൽ ഇന്നതാണ് പുതിയ പ്രശ്നം, ദളിത് കർണൻ്റെ ദളിത് പ്രശ്നമാണ് ഇതിൽ അഡ്രസ്സ് ചെയ്യണതെന്നൊന്നും കൂടിയാട്ടത്തിന് കൊണ്ട് നേരിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ആ ദളിതൻ അനുഭവിക്കുന്ന ഒരു വിഷയം അല്ലെങ്കിൽ അയാൾ അനുഭവിക്കുന്ന ഒരു സാമൂഹിക പ്രശ്നത്തിനെ കുറിച്ച് ബോധമുള്ള ഒരു നടൻ ചെയ്യുമ്പോൾ അയാളുടെ അവതരണത്തിൽ, അയാളുടെ ഓരോ ചലനത്തിലും, അയാളുടെ നോട്ടത്തിലും ഒക്കെ ഇത് ഉണ്ടാവും. അത് പക്ഷേ സഹൃദനായിട്ടുള്ള ഒരു പ്രേക്ഷകന് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാറേ, ഇതാ എന്റെ ജോബ് കാർഡ്, പിന്നെ ഇത് ജോലിക്കുള്ള അപേക്ഷ. ശരി, എന്നാ രസീത് തന്നാട്ടെ. അല്ലേ, അത്രയ്ക്ക് വിശ്വാസം ഇല്ലേ? ഇത് നിയമമാ സാറേ. രസീത് തന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ അറിയാനാ 15 ദിവസത്തിനകം എനിക്ക് ജോലി കിട്ടിയില്ലേ എന്ന്? പിന്നെ 15 ദിവസത്തിനും ജോലി കിട്ടിയില്ലെങ്കിൽ എനിക്ക് എങ്ങനെ തൊഴിലില്ലായ്മ ഭത്ത കിട്ടണത്? പറഞ്ഞാട്ടെ. മഹാത്മാഗാന്ധി നരേഗ. ഇപ്പൊ ശരിയായി. ചേട്ടാ, ഒരു കാരുണ്യ ഭാഗ്യക്കുറി. സാറും ഭാഗ്യക്കുറി എടുക്കുവോ? ഒന്നാം സമ്മാനം അടിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മളൊരു കാരുണ്യ ഭാഗ്യക്കുറി എടുക്കുമ്പോൾ അസുഖങ്ങൾ മൂലം കഷ്ടപ്പെടുന്ന അനേകം പേർക്ക് അതൊരു സഹായമാവുകയാണ്. നിങ്ങൾ ഒരു കാരുണ്യ ഭാഗ്യക്കുറി എടുത്ത് കേരള സർക്കാരിന്റെ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാവണം. കാരുണ്യ ഭാഗ്യക്കുറി, ഒന്നാം സമ്മാനം 1 കോടി രൂപ, മറ്റനേകം സമ്മാനങ്ങളും. കാരുണ്യ ഭാഗ്യക്കുറി ഒരു പുണ്യമാണ്. കൃഷ്ണ തുളസി ഹെയർ ടോണിക്, തലമുറകൾ കൈമാറിയ വിശ്വാസം. കൃഷ്ണ തുളസി ഹെയർ ടോണിക്, കൃഷ്ണ തുളസി ഹെയർ ടോണിക്, തലമുറകൾ കൈമാറിയ വിശ്വാസം. കൃഷ്ണ തുളസി ഹെയർ ടോണിക്. ഇപ്പൊ നമുക്കൊരു ദൃശ്യം കാണാം. കൈലാസോദ്ധരണത്തിന്റെ ഒരു ലെക്ചർ ഡെമോൺസ്ട്രേഷൻ മധുട്ടൻ ചെയ്തത് തന്നെ. നമുക്ക് ആ ദൃശ്യം കണ്ടിട്ട് തിരിച്ചു വരാം. The acting of Kailasodharanam is a good example for using the body language for communication.
നമ്മളിപ്പോ കണ്ടത് കൈലാസോത്തരണത്തിന്റെ ഭാഗമാണ്. നോക്കി കാണുന്നതിന്റെ തുടക്കമാണ്. ഞങ്ങളൊക്കെ ആദ്യം കൈലാസം കണ്ടത് അമ്മനുരേഷന്റെ കണ്ണിലാണ്. പക്ഷെ നടനിങ്ങനെ കൈലാസത്തിന്റെ മഹത്വം കാണുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോ കണ്ടത്. നമ്മൾ സംസാരിച്ചു വന്നത് അങ്ങയുടെ പുതിയ ചില അവതരണങ്ങളെ കുറിച്ചായിരുന്നു. വാസ്തവത്തിലൊരു ലോക നാടകവേദിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ കൂടിയാട്ടത്തെയും തിരിച്ചറിയേണ്ടത്. അതിൻ്റെ ഒരു ശ്രമമായിട്ടായിരുന്നു അങ്ങയുടെ നേതൃത്വത്തിൽ മാക്ബത്ത് കൂടിയാട്ടത്തിൻ്റെ സങ്കേതത്തിലേക്ക് കൊണ്ടുവന്നു. അത് അവതരണം ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു അത് മാക്ബത്തിനെ കുറിച്ച് കൂടിയാട്ടത്തിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം മനസ്സിൽ വന്നത് ഒരു പാശ്ചാത്യ സമ്പ്രദായത്തിൽ ചിട്ടപ്പെടുത്തിയ ഒരു നാടകത്തെ എങ്ങനെ തികച്ചും നമ്മുടേതായിട്ടുള്ള ഒരു കൂടിയാട്ട സങ്കേതത്തിലേക്ക് എങ്ങനെയാണ് അതിനെ ഒന്ന് പുനർനിർവചിക്കാനും കൊണ്ടുവരാനും സാധിച്ചത്? അതിൽ കുറെ പരിമിതികളും പ്രശ്നങ്ങളും നേരിടേണ്ടി വരില്ലേ? എനിക്ക് തോന്നുന്നത് അതിൽ ഈ ഷേക്സ്പിയർ എഴുതിയത്, മാക്ബത്ത് എഴുതിയത്, അത് നമ്മൾ കാണുന്ന ഒരു നാടക രൂപത്തിൽ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ക്ലാസിക് കൃതിയും അങ്ങനെ ഒരു പ്രത്യേക ചിട്ടയുടെ ഉള്ളിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒന്നായിട്ടല്ല. അതുകൊണ്ട് തന്നെയാണ് അത് ക്ലാസിക് ആവുന്നതും. അപ്പോൾ കൂടിയാട്ടത്തെ സംബന്ധിച്ചോളം അതിൽ സാധ്യതകൾ വളരെ ഉണ്ട്, പരിമിതികളുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ അതിന് നമ്മൾ പരാവർത്തനം ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അതങ്ങനെ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചത് മാക്ബത്ത് എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ മാനസികമായിട്ടുള്ള, കൂടിയാട്ടത്തിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണല്ലോ, മാനസികമായിട്ടുള്ള വ്യാപാരങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതാണ് കൂടിയാട്ടം. നേരെ കഥ പറയുക എന്നുള്ളതല്ല പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അനുഭവിച്ച മാനസിക സംഘർഷങ്ങളെ കൊണ്ടുവരിക, അത് ഒരു കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മാക്ബത്തിനെ കേരളീയനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ആദ്യം മാറ്റുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഡങ്കന് കൊടുക്കുന്ന അവസാനത്തെ അത്താഴം, ആ അത്താഴത്തിന് ക്ഷണിച്ചിട്ട്, ഡിന്നറിന് ക്ഷണിച്ചിട്ട് അത്താഴം കൊടുക്കുമ്പോൾ അവിടെ ഇല വെച്ചിട്ട് സാധനങ്ങൾ വിളമ്പി കൊടുക്കുക, ഓരോന്നും വിളമ്പി കൊടുക്കുക. അതുപോലെ ഇത് കഴിഞ്ഞാൽ ഊണ് കഴിഞ്ഞാൽ മുറുക്കാൻ കൊടുക്കുക, അങ്ങനെ ഉള്ള രീതിയിൽ കൊണ്ടുവരിക. അതുപോലെ കൊന്നു കഴിയുമ്പോൾ ഈ ചോര ശരീരത്തിൽ തെറിക്കുന്നതോട് കൂടിയിട്ട് ഇതൊക്കെ ഓരോ സർപ്പങ്ങളായിട്ട് ഇങ്ങനെ മാറുകയും സർപ്പങ്ങൾ തന്നെ ആക്രമിക്കുന്ന രീതിയിലേക്ക് ഈ പാപബോധം അയാളെ ഭയങ്കരമായിട്ട് പ്രതീകത്തിനെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ആ രീതിയിലാണ് ഞാൻ അതിനെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ അതിൽ ധാരാളം സാധ്യതകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വേറൊരു രീതി, ഒരു തരത്തിലൊരു കൾച്ചറൽ ട്രാൻസ്ലേഷൻ തന്നെ അതിൽ, കേവലം നാടകത്തിന്റെ ട്രാൻസ്ലേഷൻ അല്ല, ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു വിനിമയവും പരാവർത്തനവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ നമ്മൾ പലപ്പോഴും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ സൂക്ഷ്മാഭിനയം പഠിക്കാനായിട്ട് ആളുകൾ കേരളത്തിൽ കൂടിയാട്ടം പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഈ ലോക നാടകവേദിയിൽ എങ്ങനെയാണ് ഇന്നത്തെ കൂടിയാട്ടത്തിന്റെ ഒരു, നിങ്ങൾ ലോകം മുഴുവനും യാത്ര ചെയ്തിട്ടുണ്ട്, അവതരണങ്ങൾ ചെയ്തിട്ടുണ്ട്. കൂടിയാട്ടത്തിന്റെ അഭിനയ സാധ്യതകൾ ലോക നാടകവേദി വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പല നാടക പ്രവർത്തകരും കൂടിയാട്ടത്തിന്റെ ഈ അഭിനയ സമ്പ്രദായം സ്വാധീനാക്കാനായിട്ട് പലരും വരുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ നിഗമനം ശരിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത്രമാത്രം ഭാവന കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ നടന്മാർക്കാണ്, പ്രത്യേകിച്ച് നമ്മുടെ പാരമ്പര്യ കലാകാരന്മാർക്കാണ്. ഞാൻ പലപ്പോഴും വിദേശങ്ങളിലൊക്കെ പോയിട്ട് തിയേറ്റർ വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കാറുണ്ട്, അവരുടെ കൂടെ വർക്ക് ചെയ്യാറുണ്ട്, അവരുമായിട്ട് സഹകരിച്ചുള്ള പ്രൊഡക്ഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ അവർക്ക് ഒരു സാധനം, ഇമാജിനേഷൻ എന്ന് പറയുന്നത് വളരെ സമയമെടുത്തിട്ടാണ് അവർ ചെയ്യണത്. നമുക്ക് പക്ഷെ പെട്ടെന്ന് സാധിക്കുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് ഒരു പക്ഷെ നമ്മൾ കാണാത്ത നടന്മാർ കഥാപാത്രങ്ങളെയാണല്ലോ ചെയ്യുന്നത്. രാവണനെ നമുക്കറിയില്ല, സീതയെ നമുക്കറിയില്ല, ഇതൊക്കെ ഭാവനയിൽ ഉണ്ടാക്കണം. അപ്പോൾ ഭാവന നമുക്ക് വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ നിയന്ത്രിതമായിട്ടുള്ള അഭിനയം എന്നുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ വളരെ ചിട്ടപ്പെടുത്തി വെച്ച് വളരെ പടിപടിയായിട്ട് ആദ്യം ശരീരത്തിലെ അംഗങ്ങളെ മെരുക്കി പിന്നീട് മനസ്സിലൂടെ അതിനെ നിയന്ത്രിച്ച് രസമാക്കി കൊണ്ടുവരുന്ന ഒരു രീതി, ഈ രീതി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് തിരിച്ച് പെട്ടെന്ന് പോകാനും പറ്റും. ഒരിക്കൽ സിംഗപ്പൂർ ഒരു വർക്ക്ഷോപ്പിൽ വെച്ചിട്ട് അവിടെ ഒരു ഇംപ്രൊവൈസേഷൻ, കണ്ടംപററി ആക്ടേഴ്സും ഉണ്ട്, ട്രഡീഷണൽ മാസ്റ്റേഴ്സും തമ്മിലുള്ള ഇംപ്രൊവൈസേഷന് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൽ ഞാനൊരു കോണിയുടെ മുകളിൽ ഇങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ ഒരാൾ പിടിച്ചത് കുലുക്കാൻ തുടങ്ങി. ഞാനൊരു പാവയും വിടാൻ മുകളിൽ കയറണം. അപ്പോൾ ഇയാൾക്ക് ഈ പാവയെ കിട്ടും, ഇയാൾ പിടിച്ച് കുലുക്കി തുടങ്ങി. അപ്പോൾ അവരൊക്കെ ഏകദേശം കുറച്ചങ്ങൾ കഴിഞ്ഞ ഒരു ട്രാൻസിന്റെ മോഡിലേക്ക് എത്തുന്നു. പക്ഷെ നമുക്ക് നല്ല കാര്യം, നമ്മൾ കോണിയുടെ മുകളിലായിരിക്കുന്നത്, ഇവൻ പിടിച്ച് ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ വീഴുന്നത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ വീഴുന്നുള്ളത്. ഞാനൊരു കണക്കിന് ഇവിടുന്ന് ചാടി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട്
വേഗം ഒരു കത്തി എടുത്തിട്ട് വേഗം ചെന്നു. ഇല്ലെങ്കിൽ അവൻ എന്നെ ആ നേരത്തെ എന്താ ചെയ്യാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം കഥാപാത്രമായി മാറി. ഇപ്പം പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി. അത് കഴിഞ്ഞുള്ള ഡിസ്കഷനിൽ അവർ പറഞ്ഞു മധു വളരെ ശ്രദ്ധിക്കണം, ഇങ്ങനെ വയലന്റ് ആവണു മധു, അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം. പക്ഷെ എനിക്ക് നല്ല ധാരണയുണ്ട് ഞാൻ കത്തി എടുത്തിട്ടുണ്ടെന്ന്. എനിക്ക് തൽക്കാലം അവനെ ഓടിക്കാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് നല്ല ബോധമുണ്ട് ഞാൻ അഭിനയിക്കുക എന്നുള്ളത്. അത് പക്ഷെ നമ്മുടെ നടന്മാർക്ക് എളുപ്പമാണ്. ഒരു ഭാവത്തിലേക്ക് കടന്നാൽ പെട്ടെന്ന് തിരിച്ചു വരാൻ, ഭാവത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും, നടനിലേക്ക് തിരിച്ചു വരാൻ പറ്റും. പക്ഷെ പാശ്ചാത്യ നാടകത്തിൽ പലർക്കും അത് അത്ര എളുപ്പമല്ല. അപ്പോൾ അത്തരം സാധ്യതകളൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഈ രസത്തിനെ അല്ലെങ്കിൽ ഭാവത്തിനെ വളരെ സൂക്ഷ്മതലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്വാംശീകരിക്കാനുള്ള ഒരു സാധ്യതകൾ കണ്ടിട്ടായിരിക്കണം പാശ്ചാത്യ നാടക പ്രവർത്തകർ കൂടുതൽ ഇതിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം. അവരുടെ ഇതിനും ഒരു പ്രേരണ നൽകുന്ന രീതി. ഇപ്പൊ തന്നെ മധുട്ട സംസാരിച്ചു, ഈ ഒരു കൃത്യമായ ഒരു അവതരണ പാഠമുണ്ട് നമുക്ക്, ഈ ഒരു ആട്ടപ്രകാരമുണ്ട്. ആട്ടപ്രകാരത്തിൽ നിന്നുകൊണ്ടാണ് കൂടിയാട്ട കലാകാരൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കലാകാരൻ തന്റെ സ്ഥായിഭാവത്തൊന്നും മാറുന്നില്ല. അയാൾ നടൻ തന്നെയാണ് ഏത് കഥാപാത്രമാകുമ്പോഴും. ഇതിലെനിക്കൊരു പ്രശ്നം തോന്നാറില്ല. നിങ്ങളൊക്കെ പലപ്പോഴും കൂടിയാട്ട വേദികളിൽ ചെയ്യുമ്പോൾ ഈ കൃത്യമായ നിയതമായ ഒരു പാഠത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതൊരു നടന് വലിയൊരു എന്താ വിലങ്ങ് നടിയല്ലേ? അല്ല, അതിൽ എനിക്ക് തോന്നുന്നു ഈ ആട്ടപ്രകാരം എഴുതുക എന്ന് പറഞ്ഞാൽ ആട്ടപ്രകാരം ഒരിക്കലും തിരുത്താൻ പാടില്ലാത്ത ഒന്നായിട്ട് അവരുടെ അടുത്തും പറഞ്ഞിട്ടൊന്നുമില്ല. ആട്ടപ്രകാരങ്ങൾ ഓരോ നടന്മാരും രചിക്കണതാണ്. അപ്പോൾ അത് തന്നെ ഓരോ നടന്മാർക്കും ഓരോ ആട്ടപ്രകാര രചന സാധ്യമാണ്. അതായത് അവനവന്റെ പെരുമാറ്റത്തിനനുസരിച്ച് ആട്ടപ്രകാരങ്ങളെ പുനഃസൃഷ്ടിക്കാം. പക്ഷെ ആട്ടപ്രകാരം എന്ന് പറയുന്നത് ഒരു ഗ്യാരണ്ടിയാണ്. ശരിക്കും ഒരു ആവറേജ് നടനെ സംബന്ധിച്ചോളം ഒരു ആവറേജ് നടന് എപ്പോഴും ഒരു ആട്ടപ്രകാരത്തിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് അഭിനയിക്കുകയാണെങ്കിൽ അയാൾക്ക് വലിയ പരിക്ക് കൂടാതെ കൊണ്ട് രക്ഷപ്പെടാം. പക്ഷെ കഴിവുള്ള ഒരു നടനെ സംബന്ധിച്ചോളം അതിനെ തകർത്ത് പുറത്തേക്ക് പോകുമ്പോഴാണ് അത് സാധ്യതകൾ ഉണ്ടാവുന്നത്. അയ്യപ്പോണിക്ക സാറ് പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഈ ആട്ടപ്രകാരത്തിനെ പറയുമ്പോൾ ആട്ടപ്രകാരം എഴുതുന്നത് ആട്ടപ്രകാരത്തിന് പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ആട്ടപ്രകാരം ചെയ്യാനല്ല ആട്ടപ്രകാരം എഴുതുന്നത്. ഇതാണ് ഇതിന്റെ മിനിമം ഉള്ളത്. ഇതിന്റെ അപ്പുറം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന അറിയാൻ വേണ്ടിയിട്ടാണ് ആട്ടപ്രകാരം എഴുതുന്നത്. അതായത് നമ്മുടെ മനോധർമ്മ സാധ്യതകളെയും ഒക്കെ പ്രയോഗിക്കാനുള്ള തീർച്ചയായിട്ടുള്ള സാധ്യത കൂടിയാട്ടത്തിലുണ്ട്. ആട്ടപ്രകാരം ഒരിക്കലും നടന് വിലങ്ങടിയല്ല ഒരു നല്ല നടനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നടിയെ സംബന്ധിച്ചിടത്തോളം. നമുക്കൊരു സുഗ്രീവന്റെ മധുട്ടൻ തന്നെ ചെയ്ത സുഗ്രീവന്റെ ഒരു ഭാഗം കണ്ടിട്ട് തിരിച്ചു വരാം. നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. രാക്കേളി ഓണം പൊന്നോണമായി പൂവിളിയാ മേലെ മേലെ നിലാവെൺമുകിൽ ആരും പറയാതോ. തിരുവോണം ബമ്പർ 2014 ഒന്നാം സമ്മാനം 6 കോടി രൂപ, 6 കോടി രൂപയുടെ രണ്ടാം സമ്മാനങ്ങൾ, മറ്റനേകം സമ്മാനങ്ങൾ. ഭാഗ്യാന്വേഷികളുടെ ഓണപ്പാച്ചിൽ. മഹാത്മാഗാന്ധി നരേഗയില് ജോലി ചെയ്തിട്ട് ഇപ്പൊ 15 ദിവസം പോലും ആയില്ല. അതിനകം കൂലി കിട്ടി. അല്ല, ഒരു കാര്യം പറഞ്ഞേ, നിനക്ക് എങ്ങനെ അറിയാം 15 ദിവസം പൂർത്തിയായില്ലെന്ന്? അല്ലേ, അതിലല്ലേടാ ഈ ജോബ് കാർഡ് ഉള്ളത്. 15 ദിവസം കഴിഞ്ഞിട്ടും കൂലിക്കാശ് കിട്ടിയില്ലെങ്കിലോ? അപ്പോഴോ ജോലി പൂർത്തിയായ തീയതി മുതൽ 15 ദിവസത്തിനകം പണിക്കൂലി കിട്ടുന്നില്ലെങ്കിൽ കൂലിയോടൊപ്പം നിയമാനുസരണം നഷ്ടപരിഹാരവും ലഭിക്കും. മഹാത്മാഗാന്ധി നരേഗ, അവകാശം ഗ്രാമീണന്റെ, വികാസം ഗ്രാമത്തിന്റെ. തന്നെ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ ഇപ്പൊ കൂത്തു തന്നെ പുതിയ പല വിഷയങ്ങളുമായിട്ട് അതിനെ താരതമ്യം ചെയ്തുകൊണ്ട് ചെയ്യുന്നത്. പക്ഷെ കൂടിയാട്ടത്തിൽ അത്തരത്തിലുള്ള ഇപ്പൊ പുതിയ കാലത്തെ ചില ഇപ്പൊ കഥകളിയിലൊക്കെ അങ്ങനത്തെ കുറത്തി പോലുള്ളതൊക്കെ ചെയ്യാൻ ശ്രമം നടന്നുണ്ട്. ഇപ്പൊ മാക്ബത്ത് പോലുള്ളതാണെങ്കിൽ പോലും കഥകളി വേദിയിൽ അത്ര ഇങ്ങോട്ടത് വിജയിച്ചിട്ടുണ്ടെന്ന് തോന്നണില്ല.
പക്ഷേ ഈ കൂടിയാട്ടത്തിൽ അങ്ങനെ എന്തെങ്കിലും ശ്രമങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു പുരാണങ്ങളിൽ നിന്ന് വിട്ടാകെ ചെയ്തത് മാക്ബത്ത് തന്നെയായിരിക്കും തോന്നുന്നു. വേറെ ഒന്നും ഉള്ളതായിട്ട് കാളിദാസ കൃതികളോ കവിതകൾക്കൊക്കെ നല്ല അവതരിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്, തീർച്ചയായിട്ടും സാധ്യതകളുണ്ട്. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് അത് വളരെ സുശിക്ഷിതനായിട്ടുള്ള ഒരു നടനോ അല്ലെങ്കിൽ സുശിക്ഷിതയായിട്ടുള്ള ഒരു നടിയോ വേണത് ചെയ്യാനായിട്ട്. അല്ലാതെ കണ്ട് ഒരു പഠനം കഴിഞ്ഞ് ഉടനെ ഇറങ്ങുന്ന ഒരാൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു സ്ട്രക്ചറിൽ നിന്ന് പുറത്തേക്ക് പോവുകയും അത് വൾഗറായിട്ട് പലപ്പോഴും മാറുകയും ചെയ്യുന്നത്. നല്ലൊരു നടനെ സംബന്ധിച്ചോളം വളരെ, അതുമല്ല എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പാരമ്പര്യ കലാരൂപങ്ങൾക്ക് എപ്പോഴും വളരെ കാലത്തെ മനനം, അത് കഴിഞ്ഞ് പിന്നീട് അത് ചിട്ടപ്പെടുത്തൽ, പിന്നീട് തുടർന്നുള്ള അവതരണങ്ങൾ, അങ്ങനെ വരുമ്പോൾ മാത്രമാണ് പല നടന്മാർ വീണ്ടും വീണ്ടും അത് കൈകാര്യം ചെയ്യുമ്പോഴാണ് ഒരു നല്ല അവതരണമായിട്ട് മാറുന്നത്. ഇപ്പൊ നമ്മൾ കാണുന്ന തോരണയുദ്ധത്തിലെ കൈലാസോധരനായാലും ഭാരതീയരായാലും അത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു നടനിൽ നിന്നുണ്ടായതല്ല. തലമുറകളായിട്ട് പല നടന്മാരും അതിൽ ഇടപെടുകയും അവരുടേതായ സംഭാവനകൾ അതിൽ ചെയ്യുകയും പിന്നീട് അതിനെ വീണ്ടും പുതുക്കുകയും അങ്ങനെ ചെയ്യുന്ന നമുക്ക്. പക്ഷെ ഇപ്പൊ പലപ്പോഴും പുതിയ ചിട്ടപ്പെടുത്തലുകൾ എപ്പോഴും 1-2 അരങ്ങുകൾ കഴിയുമ്പോൾ അത് അവസാനിക്കുകയും അടുത്ത ചിട്ടപ്പെടുത്തലിലേക്ക് വേണ്ടിയിട്ട് നീങ്ങുകയും. ഞങ്ങള് പ്രേക്ഷകർ, ഞങ്ങള് കൂടിയാട്ടം കാണുന്നവരുടെ ഒരു പ്രധാന പ്രശ്നം പലപ്പോഴും ഇപ്പൊ തൃപ്പൂണിത്തുറയിലും ഇവിടെ നേപഥ്യയിലും അമ്മന്നൂരൊക്കെ ഉള്ള 1-2 അവതരണങ്ങൾ ഒഴിച്ചാൽ ഇത് പലപ്പോഴും ഒരു പുതിയ പ്രൊഡക്ഷന് വലിയ പണച്ചെലവ് വരുന്നുണ്ട്. ഇതെങ്ങനെയാ നിങ്ങൾ നടന്മാര് ഇതിനെങ്ങനെയാ മറികടക്കുന്നത്? ഈ ഒരു ചെലവ് എങ്ങനെയാ നിങ്ങള്? ഒരു വലിയ പ്രശ്നമാണത്, കൂടിയാട്ട കലാകാരന്മാർ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് പുതിയ പ്രൊഡക്ഷൻസിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ. അല്ല, പുതിയ അവതരണത്തിനുള്ള പ്രശ്നത്തെക്കാളേറെ അവരുടെ ജീവിത സന്ധാരണം വളരെ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. കൂടിയാട്ടത്തിന് വളരെ കുറഞ്ഞ ഒരു സാമ്പത്തിക സുരക്ഷിതത്വമാണ് ഇപ്പോൾ ഉള്ളത്. കേരള ഗവൺമെന്റിൽ നിന്ന് വാസ്തവത്തിൽ കൂടിയാട്ടത്തിൽ യാതൊന്നും നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. സംഗീത നാടക അക്കാദമി ഒന്നും കൊടുക്കുന്നില്ല, കേരള ഗവൺമെന്റിൽ നിന്നൊന്നും കിട്ടുന്നില്ല. ആകെ നൽകുന്നത് കേന്ദ്ര സംഗീത നാടക അക്കാദമിയാണ് കൂടിയാട്ടത്തിന് 1990 മുതൽ കുറഞ്ഞൊരു ഫണ്ട് കൊടുക്കുന്നത്. പൈതൃക കലയായിട്ട് നമ്മൾ യുനെസ്കോയുടെ അംഗീകാരത്തിന് ശേഷം കുറച്ചുകൂടി അതിന്റെ എന്തെങ്കിലും യുനെസ്കോയുടെ അംഗീകാരം വന്നതിന് ശേഷം വളരെ മോശമാവുകയാണ് കൂടിയാട്ടത്തിന്റെ അവസ്ഥ ഉണ്ടായത്. മാത്രമെന്ന് വെച്ചാൽ കള്ളനാണയങ്ങൾ ധാരാളം ഉണ്ടാവുകയും അവര് ഇപ്പൊ കൂടിയാട്ട കേന്ദ്രം തിരുവനന്തപുരത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കൂടിയാട്ട സ്ഥാപനങ്ങൾക്ക് ഫണ്ട് ചെറിയ രീതിയിൽ വളരെ നാമമാത്രമായിട്ടുള്ള തുകയാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു വരുമാനമല്ല അതിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ എല്ലാവർക്കും ഒരുപോലെ വിതരണം ചെയ്യുമ്പം ആകെ തുക നോക്കുമ്പോൾ വലിയൊരു തുക വേണമെങ്കിൽ കൊടുക്കുന്നു എന്ന് പറയാം. പക്ഷെ പലതും കൊടുക്കുന്നത് പല സ്ഥാപനങ്ങൾക്കുമായിട്ട് വീതിച്ചു കൊടുക്കുമ്പോൾ അതിൽ നല്ല കലാകാരന്മാർ കുറവായിരിക്കും. പണ്ട് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു സംരക്ഷിക്കാൻ. അതെ, തീർച്ചയായിട്ടും. അത് എനിക്ക് തോന്നുന്നു ചാക്യാരുടെ സംരക്ഷണം നമ്മൾ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമായിരുന്നു. അല്ല, ഇപ്പോഴും അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് ഇപ്പോൾ പലപ്പോഴും പിന്നീട് വന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് സ്വയമായിട്ട് നിങ്ങൾക്ക് ഇതിന് ഫണ്ട് കണ്ടെത്തിക്കൂടാ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരിക്കലും കൂടിയാട്ടം പോലെ ജനപ്രിയമല്ലാത്ത ഒരു കലാരൂപത്തിന് അത് സാധ്യമല്ല എന്നുള്ളതാണ്. എനിക്കെപ്പോഴും സംശയം തോന്നാറുള്ളതാണ് ഈ ചോദ്യം വരുമ്പോൾ. നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സബ്സിഡി കൊടുക്കും, നല്ല സിനിമ നിർമ്മിക്കാൻ സബ്സിഡി കൊടുക്കുന്നു. പക്ഷേ എന്തിനാണ് സിനിമ ഇത്രയും ജനപ്രിയമായിട്ടുള്ള കലാരൂപത്തിന് അവിടെയും നല്ല സിനിമ എന്നുള്ളൊരു ആശയമുണ്ട്. അതുപോലെ നല്ല കൂടിയാട്ടത്തിന് തീർച്ചയായിട്ടും നമ്മുടെ ഭരണകൂടം അതിനെ സഹായിച്ചേ പറ്റൂ. എന്നാൽ മാത്രമേ അതിന് നിലനിൽക്കാൻ പറ്റുള്ളൂ. അതേ കണ്ട് കോർപ്പറേറ്റുകളെ വെച്ചുകൊണ്ടൊന്നും കൂടിയാട്ടം പോലെയുള്ള കലാരൂപത്തിന് നിലനിൽക്കാൻ പറ്റില്ല ഒരിക്കലും. മാത്രമല്ല പ്രേക്ഷകനും കാണുന്നവരും കൂടിയാട്ടം കാണാൻ നന്നായി കഷ്ടപ്പെടണം. നന്നായി അത് ലെക്ചർ ഡെമോൺസ്ട്രേഷനുകളിലൂടെയും വർക്ക്ഷോപ്പുകളിലൂടെയും കൂടിയാട്ടം കാണുന്ന നല്ലൊരു പ്രേക്ഷക സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കണം. അതിന് വളരെ എനിക്ക് തോന്നുന്നു വളരെ കാലത്തെ പ്രയത്നം അതിനാവശ്യമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പം നേടാവുന്ന ഒന്നല്ല. അപ്പം അതിന് കൃത്യമായി കലാകാരന് സുരക്ഷിതത്വം തോന്നിയാൽ മാത്രമേ അയാൾക്ക് അതിന് നിൽക്കാൻ പറ്റുള്ളൂ. നമ്മൾ പലപ്പോഴും ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൂടിയാട്ടത്തിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള കലാരൂപത്തെക്കാളേറെ നല്ല ബുദ്ധിയുള്ള നല്ല കഴിവുള്ള ഒരു കുട്ടിക്ക് മാത്രമേ കൂടിയാട്ടത്തിൽ ഉയർന്നു വരാൻ പറ്റുള്ളൂ. അതേ സമയം തന്നെ അവൻ അക്കാദമിക രംഗത്തും അതുപോലെ പഠിക്കുന്ന ആളായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ഡിഗ്രി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് 25-30 രൂപ കിട്ടുന്ന ഒരു സ്ഥലത്ത് കൂടിയാട്ടത്തെ കലാകാരന് കൊടുക്കുന്നത് 7,000 രൂപ 8,000 രൂപ കൊടുക്കുന്നത്. ഈ 8,000 രൂപ എങ്ങനെയായാലും പിടിച്ചു നിൽക്കുക ഈ രംഗത്ത്. അതെ അതെ അതെ. നമുക്ക് ശ്രീ മാർഗി മധുവിന്റെ സംഭാവനകളെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് കൂടിയാട്ട രംഗത്ത് വാചികവും
വിദൂഷകനെയും മറ്റ് അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളും ഒരേപോലെ അവതരിപ്പിക്കുന്ന ആളാണ് മാർഗി മധു. മാത്രമല്ല മധുവേട്ടന്റെ കൂത്താണ് ഞങ്ങൾ ആദ്യകാലത്ത് കൂടുതൽ കണ്ടിട്ടുള്ളത് കൂത്താണ്, പിന്നെയാണ് കൂടിയാട്ടം കണ്ടു തുടങ്ങിയത്. നമുക്ക് ശ്രീ മാർഗി മധുവിന്റെ ഒരു വിദൂഷകന്റെ ഭാഗം കണ്ടിട്ട് വളരെ ഗൗരവമായ ചില വിഷയങ്ങളെ പറ്റി അദ്ദേഹത്തോട് സംസാരിക്കാറുണ്ട്. വിദൂഷകന്റെ ഭാഗം കൊണ്ടുപോയി അതെ എനിക്ക് വലിയ നൽകിയാണ് അവിടെ ഇരിക്കും ഇല്ലപ്രസംഗത്തിന് പോകുന്നതിന്റെ ശേഷം സുഖായിട്ട് ഭക്ഷണം തരായത് അവിടെ ഉണ്ടായിരുന്നു. കുറച്ചു ദിവസമൊക്കെ ഉണ്ടായിരിക്കും. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ എന്താ പ്രകൃതി കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് മതി സംസ്ഥാനത്തിന് പോകണ്ടേ ഇത്രയും ദിവസം സ്നാനം ചെയ്തിരുന്നേ അതല്ല നമ്മള് കൂത്താണ് കണ്ടത്. ഇപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് ഈ ജനകീയമാകുന്നതിന്റെ ഒരു പ്രശ്നം കൂത്ത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നുണ്ട്. പലപ്പോഴും ഒരു നല്ല കൂത്ത് കലാകാരൻ എന്ന് പറയുന്നത് ഇന്ന് വളരെ അപൂർവമായിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പലപ്പോഴും പല വേദികളിലും കോമഡി ഷോകൾക്ക് പകരം ചാക്യാർ ഭാഷ പറഞ്ഞാൽ ഒരു ഹാസ്യ കലാകാരൻ എന്നുള്ള നിലയിലേക്ക് വന്നിട്ടുണ്ട്. അതല്ല, കൂത്തിന്റെ ഒരു പുതിയ പ്രബന്ധങ്ങൾ കണ്ടെത്തുകയും അത് അവതരിപ്പിക്കുന്നതിനുള്ള സ്ഥാപനങ്ങൾ നമുക്കില്ല. കൂടിയാട്ടം പഠിപ്പിക്കാൻ സ്ഥാപനങ്ങളുണ്ട്. കൂത്തിന്റെ ഇന്നത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? കൂത്ത് ഒരുപക്ഷെ കൂടിയാട്ടത്തെക്കാളേറെ കഷ്ടമാണ് കൂത്തിന്റെ ഇന്നത്തെ ഒരവസ്ഥ. ലക്ഷ്മി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർക്കും കൂത്ത് പറയാമെന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ, അതായത് സംസ്കൃതം പഠിക്കേണ്ട, അതിൻ്റെ അന്യാർത്ഥങ്ങളൊന്നും അറിയണ്ട, ഒരു ശ്ലോകം എങ്ങനെയെങ്കിലും കാണാണ്ട പഠിച്ചാൽ പിന്നെ കുറേ തമാശ പറഞ്ഞു കഴിഞ്ഞാൽ കൂത്തായി എന്ന്. കാരണം ജനത്തിന് പെട്ടെന്ന് ഇഷ്ടപ്പെടുകയും ചെയ്യും. കാരണം ഒരാൾ വെറുതെ എണ്ണിച്ച് പോയാൽ എന്തോ എണ്ണിച്ച് പോണത് അവിടെ എന്ന് പറഞ്ഞാൽ അത് കഥയായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. ശരിക്കും അങ്ങനെ കഥയായിട്ട് ബന്ധമില്ലാത്ത ഒരു വാക്ക് പോലും കൂത്തിന് പറയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ആളുകളെ ചിരിപ്പിക്കാനുള്ളൊന്ന് മാത്രമായിട്ട് കൂത്ത് മാറിയ ഒരവസ്ഥയിൽ കൂത്ത് ഗൗരവമുള്ള കൂത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ ചാനലുകൾ വളരെ മോശമായിട്ടാണ് കൂത്തിനെ കാണുന്നത്. നമ്മുടെ സാംസ്കാരിക നായകന്മാരാരും ഇതേവരെ അതിനെ പ്രതികരിച്ച് കാണാറുമില്ല. കാരണം ചാക്യാരെ എന്ന് പറഞ്ഞിട്ട് ചില ചാനലുകളിൽ കാണിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കൂത്തും അല്ലെങ്കിൽ വിദൂഷകനോ ചാക്യാരും ഒന്നല്ല. ചാക്യാർ എന്ന് പറയുന്നത് ഒരു ജാതിയുടെ പേരാണ്. അതിൽ കൂത്തിന്റെ വേഷം കഴിച്ചിട്ട് അത് ചാക്യാരാണെന്ന് പറഞ്ഞിട്ടാണ് അവതരിപ്പിക്കുക. അത് തന്നെ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. എന്താണ് കൂത്ത്, എന്താണ് ചാക്യാരെന്ന് തിരിച്ചത്. അപ്പോൾ എല്ലാ ചാക്യാന്മാരും കൂത്ത് പറഞ്ഞുകൊണ്ടെന്നില്ല. അപ്പോൾ ചാക്യാരും കൂത്തും രണ്ടും രണ്ടാണ്. പിന്നെ ഈ കൂത്തെന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, ഷോപ്പിംഗ് മാളിലൊക്കെ വന്നിട്ട് ഈ കൂത്തിന്റെ വേഷം വരൂ സാരി വാങ്ങൂ എന്നൊക്കെ പറയുന്ന പോലെയുള്ള രീതിയിലുള്ള അവതരണങ്ങളെ നമ്മളെ ചാനലുകൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ കൂത്ത് എല്ലായിടത്തും അവതരണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് പലരും ധരിച്ചു വെച്ചത് തന്നെ കൂത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സാധനമാണെന്നാണ്. അപ്പോൾ നമ്മൾ പരിചയമില്ലാത്ത സ്ഥലത്ത് കൂത്ത് പറയാൻ പോയാൽ വലിയ വിഷമമാണ്. കാരണം കൂത്ത് കഴിയുമ്പോൾ ആൾ പറയാ ഇങ്ങനെയല്ലല്ലോ ഞങ്ങൾ വിചാരിച്ചേ കൂത്താകുമ്പോൾ എപ്പോഴും കളിയാക്കൊക്കെ വേണ്ടത്, കളിയാക്കലൊക്കെ കുറവായിരുന്നല്ലോ എന്നാണ് പറയുക. പക്ഷെ വളരെ സൂക്ഷ്മമായിട്ടുള്ള അന്നത്തെ ഒരു രാജാവിന്റെ ഒരു തിരുത്തൽ ശക്തിയായിരുന്നു അല്ലേ ചാക്യാർ? തീർച്ചയായിട്ടും അതിന് ഇപ്പോഴും സാധ്യതയുണ്ട്. ആ സാധ്യതകൾ ഇപ്പോഴും നമുക്ക് ഉപയോഗിക്കാനും പറ്റും. പക്ഷേ അതിന് പകരം ഇത്തരം വാണിജ്യ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ അതിന്റെ നിലവാര തകർച്ചയിലേക്ക് പോകലല്ല. ആർക്കും പറയാവുന്നതല്ല കൂത്ത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ ഇത്രയും പ്രതികരണശേഷിയുള്ള ഒരു കേരള സമൂഹത്തിൽ പോലും ഇത് സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നത്തെ അവസ്ഥ എന്താണ്? ഇവിടെ ഒരു ചിത്രത്തിന്റെ പേരിൽ പോലും പ്രശ്നമായതാണ്. പൊന്മുട്ടയുടെ തട്ടാൻ എന്ന് പറഞ്ഞ പേര് മാറ്റിയ ഒരു സമൂഹമാണ് ഇവിടെയുള്ളത്. അവിടെയാണ് നമ്മുടെ യുനെസ്കോ അംഗീകരിച്ച ഒരു കലാരൂപത്തിന് ഇങ്ങനെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടും ഒരാൾ പോലും പ്രതികരിക്കുന്നില്ല. മാത്രമല്ല കൂത്തിന്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിന്ന് മലയാളത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു കാലമാണ്. മലയാളം ക്ലാസിക്കൽ ഭാഷയായിട്ട് അംഗീകരിക്കപ്പെടുന്നു. മലയാളത്തിന് വേണ്ടിയിട്ട് ധാരാളം ദിക്കിൽ നിന്ന് ഒരേ സമയം മുറവിളികൾ ഉണ്ടാവുന്നു. മലയാളത്തെ സംരക്ഷിച്ച് നിർത്തുന്നതിൽ കലാരൂപങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് കൂത്തിനാണ്. ശുദ്ധമായ മലയാള ഭാഷ സംസാരിക്കുന്ന ഒരു കലാരൂപം എന്ന രീതിയിൽ കൂത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ആ രീതിയിലും കൂടെ കൂത്തിനെ രക്ഷിക്കേണ്ടത് മലയാളിയുടെ ബാധ്യതയാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഗൗരവമായിട്ട് തിരിച്ചറിയപ്പെടേണ്ടതും ആവശ്യമാണ്. തീർച്ചയായും. ഇപ്പം താങ്കളെപ്പോലുള്ള കൂടിയാട്ട കലാകാരന്മാര് ഈ വേദിയിൽ ഇപ്പൊ ഒരു വിദൂഷകൻ കൂടിയാട്ടത്തിൽ വിദൂഷകൻ ചെയ്തത് ഈ ഉന്നതകളായ നായികമാരുടെ കൂട്ടത്തിലേക്ക് ചക്കിയെ കൂടെ കൊണ്ടുവരുന്നു. തീർച്ചയായിട്ടും അത്തരം സാധ്യതകൾ അതിനുണ്ട്. അങ്ങനെ അത് മാത്രമല്ല ഇവിടുത്തെ അമിതമായ സ്ത്രീഭോഗ ആസക്തിയെ കുറിച്ചൊക്കെയാണ് പലപ്പോഴും നായകന്റെ ശൃംഗാര വർണ്ണനകളെയൊക്കെ ചക്കിയുടെ വർണ്ണനയെ കൂടെ തകർക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല ഒരു കൂടിയാട്ടത്തിന്റെ ഒരു വളരെ ലൈറ്റായിട്ടെന്നൊക്കെ പറയുന്നത് മൗനം എന്ന് പറയുന്നത് അതിന് നേരെ വിരുദ്ധമായിട്ട് വാചാലതയെ കൊണ്ടുവരിക. അങ്ങനെ നായകന് നേരെ വിരുദ്ധമായിട്ടുള്ള അല്ല ഭക്ഷണത്തിലുള്ള ആർത്തി,
ശരിക്കും പറയാ എത്ര രസമായിട്ടാണ് അശനത്തിലൊക്കെ ഭക്ഷണത്തിന് പുരുഷാർത്ഥത്തിൽ അശനത്തിലെ ഭക്ഷണത്തിന് ഓരോ വിഭവങ്ങളെയും കൊണ്ടുവരുന്നത്. അത് വെറുതെ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് പറയല്ല, ഭക്ഷണം എങ്ങനെ ആസ്വദിക്കുക എന്നുള്ളത്. കേവലം സ്വാദ് എന്ന് പറയുന്നത് വാക്കിലൂടെ സ്വാദിനെ കൊണ്ടുവരിക എന്ന് പറയുന്ന വലിയൊരു പ്രവൃത്തിയാണ് അശനത്തിൽ നടക്കുന്നത്. ഇതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. അത് ഇനിയും നമ്മുടെ മലയാള സമൂഹം തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കഷ്ടം. എനിക്ക് തോന്നുന്നു ഈ 1 മണിക്കൂർ സംസാരിച്ചതിലൂടെ നമുക്ക് ഒന്ന് ഈ കൂടിയാട്ടത്തിന്റെ മൗലികമായ ചില അവതരണങ്ങൾ ഉണ്ടാവണം, അത് ഒപ്പം അതിനെ ഗൗരവമായി കാണുന്ന, നന്നായി കൂടിയാട്ടം ആസ്വദിക്കുന്ന പ്രേക്ഷകരും ഉണ്ടാവണം. ഇത് രണ്ടും കൂടെ ഉണ്ടായാലേ ഇത് ഫസ്റ്റില് വളരെ സംരക്ഷിക്കപ്പെടേണ്ട, നമ്മളെ പോലുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു പ്രബുദ്ധ സമൂഹം, പ്രേക്ഷക സമൂഹം മനസ്സിലാക്കേണ്ടതും കൂടിയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്തം, ഭരണകൂടത്തിന്റെ ഭാഗത്തുള്ള ഉത്തരവാദിത്തം, ഇതൊക്കെ കൂടെ തിരിച്ചറിഞ്ഞാലേ വേണം, ജനങ്ങളും വേണം. അതുപോലെ നടന്മാരും അതേസമയം തന്നെ നടന്മാർക്ക് ഉത്തരവാദിത്വമുണ്ട്. കൃത്യമായ പരിശീലനത്തിലൂടെ ഉണ്ടാവണം. പലപ്പോഴും ഇപ്പോൾ അത് സംഭവിക്കുന്നില്ല. പുതിയ തലമുറയിലെ കലാകാരന്മാർ പലപ്പോഴും തുടർച്ചയായിട്ടുള്ള പരിശീലനത്തിനൊന്നും പലപ്പോഴും, പ്രത്യേകിച്ച് നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലുകൾ വലിയൊരു ശല്യമായി മാറിയിട്ടുണ്ട്. കാരണം യൂത്ത് ഫെസ്റ്റിവലിൽ നിന്ന് ധാരാളം സാമ്പത്തിക നേട്ടമുള്ളത് 20 മിനിറ്റ് പഠിച്ചാൽ മതി, അതിന് കൊട്ടാൻ പോയി കഴിഞ്ഞാൽ വലിയൊരു പ്രതിഫലം കിട്ടും, അല്ലെങ്കിൽ അതിന് പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ കിട്ടും. പക്ഷേ അതിലൂടെയൊക്കെ കുറച്ച് ഞങ്ങളെ പോലുള്ള, ഞാൻ യൂത്ത് ഫെസ്റ്റിവലിൽ കുത്തു പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ആസ്വാദന തലത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു കാലമല്ല ഇപ്പോഴത്തെ, അതാണ് സംഭവിക്കുന്നത്. ഇപ്പൊ ഞാൻ യൂത്ത് ഫെസ്റ്റിവലിൽ കൂടിയാട്ടത്തിൽ പങ്കെടുത്ത പല കുട്ടികളും എന്തായിരുന്നു കൂടിയാട്ടം എന്ന് ചോദിച്ചപ്പോൾ പറയും രാവണ്ണായിരുന്നു എന്ന് പറയും. ഏതിലെ രാവണ്ണ ആ കുട്ടിക്ക് അറിയില്ല. അപ്പൊ ആ കുട്ടി അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. പല ഗൗരവമായ വിഷയങ്ങളെ കുറിച്ചും എനിക്ക് ഇനി കുറേ സംസാരിക്കാനുണ്ടായിരുന്നു. പക്ഷെ ചായക്കൂട്ടിലെ സമയം തീർന്നുപോയി. കൂടിയാട്ടത്തിന് 1 മണിക്കൂർ പോരാ. അതെ കൂടിയാട്ടം തന്നെ ഒരു 35 ദിവസം കൊണ്ട് നടക്കണത്. എന്തായാലും ശ്രീ മാർഗി മധുവിനോടുള്ള വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും വളരെ സഫലമായ ഒരു ചായക്കൂട്ടിന്റെ ദിവസമായിരുന്നു ഇന്ന് എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ഇന്ന് ചായക്കൂട്ടിൻ്റെ അതിഥിയായി ഇവിടെ എത്തിയതിന്. ചായക്കൂട്ടിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ശ്രീ മാർഗി മധുവിന് നന്ദി. പ്രേക്ഷകർക്കും ചായക്കൂട്ടിൽ നമ്മോടൊപ്പം ഈ 1 മണിക്കൂർ പങ്കെടുത്തതിൽ നന്ദി അറിയിക്കുന്നു. ഇനി അടുത്തൊരു അതിഥിയുമായി നാളെ കാണും വരെ നമസ്കാരം.